ഇന്ന് പുലർച്ചെ 5:30 എണീച്ചിരിക്കണതാ കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുണ്ണു ബാബിയും അമ്മയാണെങ്കിൽ നല്ല ഉറക്കാണ്, നല്ല ഇരുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോവാണ്ടിരിക്കാൻ ഒരു വഴിയില്ല, അതുകൊണ്ട് പോവാൻ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ ഫുണ്ണു ബാബിയുടെ ക്യൂട്ട് ലിറ്റിൽ ബ്രഷ് ആട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാത്രി ഒന്നും ഉറക്കമില്ലാത്തതുകൊണ്ട് രാവിലെ എണീക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഉറങ്ങാൻ പറ്റാത്തതിന്. അപ്പോൾ ഇത് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്കിന്നിപ്പോൾ അടിപൊളിയായിട്ടാട്ടോ ഇരിക്കണേ. കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ സത്യത്തിൽ കുറേ നാളായിട്ട് ഈ നേരത്തൊക്കെ എണീച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത്തിരിയൊക്കെ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഒരു ഫ്രഷ് ഫീലൊക്കെ ആയിരുന്നു. പിന്നെ ദേ തലയൊക്കെ കുളിച്ച് ഞാൻ അങ്ങനെ തന്നെ വന്നു. ദേ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇന്നലെ ഞാനൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു കൊറിയറിൻ്റെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ മുഖത്ത്. ഞാൻ മേക്കപ്പ് ഒന്നും ഇടാണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്തു പറ്റിയെന്ന് ഞാൻ ആരും ചോദിക്കണ്ടെന്ന രീതിയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പിന്നെ എനിക്ക് അതുപോലെ എന്നെ കാണാൻ നല്ല ഇഷ്ടമാട്ടോ. പിന്നെ നമുക്കൊരു കൊറിയറും കാര്യങ്ങളൊക്കെ നയിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഒരുങ്ങാമെന്ന്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ തന്നെ വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പുറത്തെ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യണേ. ഫുണ്ണു ബാബിയും അമ്മയും എണീക്കാണ്ട് അവരെന്തായാലും അവരെ കൂട്ടി കൊണ്ടുപോകുന്നില്ല. ഇല്ലെങ്കിൽ ഫുണ്ണു ബാബിയുടെ ഡെയിലി റൂട്ടീൻ ഫുള്ള് അവതാളത്തിലാവും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് നല്ലൊരു BB ക്രീം ആട്ടോ. BB ക്രീം വിത്ത് മോയ്സ്ചറൈസറാണ്. നമുക്കിതുള്ളപ്പോൾ പിന്നെ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും സീനില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്കിന്ന് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ വഴിയെ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെൺപിള്ളേർ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും കേട്ടോ. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കേട്ടോ. എപ്പോഴും ആൾക്കാരുടെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര നാൾ നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റും. മുന്നൊന്നും എനിക്കിങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫുണ്ണു ബാബി ഉണ്ടായതിന് ശേഷം എനിക്കാണെങ്കിൽ അവന് ഓരോ ഗിഫ്റ്റ്സ് ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യണ സമയത്താണെങ്കിലും ഫുണ്ണു ബാബിക്ക് ഓരോ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അല്ല ഫുണ്ണു ബാബി, നീ പൊണ്ണു ബാബി വന്നേക്കാട്ടോ. അമ്മ പറയണേ കേട്ടിട്ട് എനിക്കിങ്ങനെ ചില സമയത്ത് തോന്നാറുണ്ട് ഇങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ജോബ് അപ്പോഴേ വർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാരേജൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ലൈഫ് ഇത്രയും കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പം അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും അതൊരു നല്ല ഹെൽപ്ഫുള്ളായിട്ട് ഇപ്പോൾ അവരും ഞാൻ ഡിപ്പെൻഡ് ചെയ്യണ്ട, അതുപോലെ തന്നെ ഏട്ടനും ഡിപ്പെൻഡ് ചെയ്യണ്ട. നമ്മളുടെ കാര്യങ്ങൾ ഇന്നേ വരെ അവർ ഒരു കാര്യത്തിലും എന്നെ ഇതാക്കിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ വലുതാവും തോറും ഇങ്ങനെ. അപ്പോൾ സത്യം പറയണെങ്കിൽ ഞാനിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനൊക്കെ പറയണ സമയത്ത് എന്നിട്ട് ഇവർ പറയണേ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേജൊക്കെ എത്തിയപ്പോൾ നമുക്ക് തോന്നി നമുക്ക് ഇതിപ്പോൾ ഞാൻ ജോബിനൊക്കെ പോയതിന് ശേഷം എനിക്ക് മാറ്റം വന്നേ. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ളതൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഇതിപ്പോൾ ഇവരോട് പറഞ്ഞാലും മേടിച്ചു തരുമെങ്കിലും നമുക്ക് നമ്മളുടെ ഇതിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് സ്വയം ഏണിങ്സ് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കും പ്രത്യേക ഹാപ്പിനെസ് അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇന്ന് വിചാരിച്ചു ഇത്തിരി നല്ല കുളത്തിൽ പോകാമെന്ന്. കാരണം എപ്പോഴും ഭയങ്കര എന്താ പറയുക ഒന്നും മേക്കപ്പ് ഒന്നും ഇടാറില്ല കേട്ടോ. ഭയങ്കര അലർജി പോലെയായിരുന്നു. പിന്നെ ഇത്തിരി നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടണേ. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഓവറായിട്ട് ഇതൊന്നും ഇട്ടില്ല, എന്നാലും നമ്മൾ യൂഷ്വലി ഇടുന്ന പോലെ തന്നെ കുറച്ചൊക്കെ ഇട്ടു. പിന്നെ ഞാൻ എന്താ പറയുക എപ്പോഴും ഭയങ്കര ഫൗണ്ടേഷനും കാര്യങ്ങളും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ തന്നെ ഉണ്ടെങ്കിൽ പോലും ഫൗണ്ടേഷൻ ഞാൻ മാക്സിമം ഫേസിൽ യൂസ് ചെയ്യാറില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അൺകംഫർട്ടബിളാണ്. പണ്ട് ഞാൻ യൂസ് ആക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസിന് എനിക്കിപ്പോൾ വീട് എത്തി കഴിഞ്ഞാൽ ആദ്യം മൂടി പോയി ചെയ്യുന്നത് മുഖം കഴുകുക, ഡ്രസ്സ് മാറുക. മുഖം കഴുകിയിട്ടില്ലെങ്കിൽ എനിക്കൊരു ലിപ്സ്റ്റിക്ക് പോലും ചുണ്ടുമ്പോൾ പാടില്ല. ഒരു ലിപ് ബാം മാത്രം ഇട്ടിട്ട് ഞാൻ മുഖത്ത് വീട്ടിൽ ഭയങ്കര ശോകമായിട്ടാട്ടോ ഇരിക്കുക. ശോകം മീൻസ് മേക്കപ്പ് ഒന്നും ഇല്ലാത്തത് ശോകമാണെന്നല്ല പറയണേ.
എനിക്ക് അപ്പം തന്നെ എനിക്ക് നല്ല മേക്കപ്പ് ചെയ്തിട്ടുള്ള ഭംഗി ഉള്ള ഫേസ് ഫുൾ ഡേ ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെയാണ് നാച്ചുറലി ഞാനിങ്ങനെയുള്ളത്. അപ്പോൾ അതേ ലുക്ക് തന്നെ എനിക്ക് വീട്ടിൽ എനിക്ക് എപ്പോഴും ഇഷ്ടട്ടോ. എനിക്കറിയില്ല എന്താണെന്ന്. ഞാനിപ്പോൾ ആരുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് വന്നാൽ കൂടിയും ഞാനിപ്പോൾ ഉണ്ടെങ്കിലും കൂടിയും ഞാനങ്ങനെ കോൺഷ്യസ് അല്ല ഇപ്പോൾ. അയ്യോ ഒന്നും മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ മുഖം എങ്ങനെയാണ് ഞാനുള്ളത് അതുപോലെ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കെന്താണെന്നറിയില്ല, അതാണ് ഒരു കുറച്ചും കൂടിയും ഒരു കംഫർട്ടബിള്. അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിൽ പിടിക്കാനാണെങ്കിൽ ഭയങ്കര ഒരു ചിലർക്ക് ഇങ്ങനെ എനിക്ക് പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് ഒക്കെ കിട്ടും. പക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് വേണ്ട. നമ്മളെ പരിചയമുള്ള ആൾക്കാരൊക്കെ അല്ല നമ്മളെ വീട്ടിലേക്ക് വരണത്. അപ്പോൾ എന്തിനാണ് ഈ വക കാട്ടിക്കൂട്ടൽ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു ലിപ് ബാം മാത്രം ഇട്ടിട്ടാട്ടോ ഇരിക്കാറ്. അപ്പം അങ്ങനെ ഞാൻ ഓരോ സംഭവങ്ങൾ ഈ ഷാർപ്പ്നർ റെനയുടെ ഐലൈനർ ആട്ടോ. അടിപൊളി ഐലൈനറാണ്. ഞാനിവിടെ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഞാനിവിടെ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ യൂസ് വേണ്ട ഒരു SPF ഉള്ളതാണ്. അതാണെങ്കിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷനൊക്കെ ആവശ്യത്തിന് സൺ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ആട്ടോ. പിന്നെ ഈ റെനയുടെ കാജലായിരുന്നു കേട്ടോ. ഞാനിത് മേടിച്ചതിന് ശേഷം പിന്നെ വേറെ കാജൽ പ്രൊഡക്ട്സ് ഒന്നും മേടിച്ചിട്ടില്ല. ഇത് മാത്രമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ പണ്ടത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ട് ഞാൻ മേടിക്കാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പുതിയതായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത്രയ്ക്ക് റേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ മസ്കാര ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മാർസിൻ്റെ ആട്ടോ. ഞാൻ യൂഷ്വലി മാർസിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ആക്കാറില്ല. ഞാനൊരു കോമ്പാക്ട് പൗഡർ മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നമ്മളെ നമുക്ക് ഫോൾസ് ലാഷസ് വെച്ച പോലെ കേട്ടോ. അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മസ്കാര. അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഐലൈനർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ണു ഭയങ്കര പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കണ്ണ് ഇതിന് വീഡിയോ ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് ഐലൈനറാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ യെല്ലോ കളർ ഐലൈനറും പിന്നെ നമ്മുടെ ലാക്മേ ഐക്കോണിക്കിൻ്റെ ഒരു ബ്ലൂ കളർ ഐലൈനറും കേട്ടോ. പിന്നെ ദുബായിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു എസെൻസിൻ്റെ ആണ്. എസെൻസിന് ഞാൻ ഇവിടെ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഒന്നും കിട്ടിയില്ല. ബാക്കി മറ്റേത് രണ്ടൊന്നും അടിപൊളി പ്രൊഡക്ട്സ് ആട്ടോ. ഇത് ഞാൻ വീട്ടിൽ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പൊണ്ണൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഹോബി. ഇങ്ങനെ ഓരോ ഫ്ലവർ വരയ്ക്കലായിരുന്നു കേട്ടോ കൂടുതൽ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ആയിട്ട് ഫ്ലവേഴ്സ് വരയ്ക്കലും പിന്നെ അങ്ങനെ ഓരോ സീനറി വരയ്ക്കലും ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി കേട്ടോ. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട്. പിന്നെ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുബായ് വീട്ടിൽ ഞാൻ വരച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ശിവനും അങ്ങനെ ബുദ്ധനൊക്കെ. അപ്പൊ ഞാനിവിടെ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പൊണ്ണുബാബി ആണെങ്കിൽ ഇവിടെ വേഷം കേട്ടോ. കോലാഹലം കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ഓൺ വോയിസ് കൊടുക്കണ സമയത്ത് ക്യൂട്ട്നെസ് വാരിക്കോരി എറിഞ്ഞ് എനിക്ക് എന്നെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഒന്നും ഒരു എന്താ പറയാ ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കാട്ടോ നമ്മുടെ പൊണ്ണു ദ ക്യൂട്ട് ബാബി. ഇതിലാ ലാസ്റ്റത്തെ എക്സ്പ്രഷൻ എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ സമയത്തായിരിക്കുന്നപ്പോ അത്യാവശ്യം വെളിച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഫാസ്റ്റിംഗ് ആയിട്ടായിരുന്നു എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് മുന്നത്തെ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റും യൂറിനും എടുക്കാണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ ഏത് നേരം വാഷ്റൂമിലേക്ക് പോകണം ഞാനാണ്. അവിടെ പോയിട്ടാണെങ്കിൽ ഒരു പ്രാവശ്യം പോയിട്ട് കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് ഇതാക്കാണ്ട് കുറേ വെള്ളം കുടിച്ചിട്ടാട്ടോ അവസാനം സെറ്റായേ. പിന്നെ ഇത് നമ്മൾ ബ്ലഡൊക്കെ എടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ യൂഷ്വലി ബ്ലഡൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കാറൊന്നുമില്ല. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഒരു വിയേർഡായിട്ടുള്ളൊരു സ്വഭാവമാണ്. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ബ്ലഡ് എടുക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. എന്താണെന്നറിയില്ല കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾക്ക് ഈ ഗ്ലാസ് വലുതാട്ടോ, അത് ഫുള്ള് നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം കലക്കിയിട്ടുള്ളതാണ്. അത് കുടിക്കണം. അത് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ വലിച്ചങ്ങോട്ട് എന്താ പറയുക നമ്മൾ മോരൊക്കെ കുടിക്കണ പോലെ കേട്ടോ കുടിക്കണ്ടായിരുന്നേ. പറയാൻ പറ്റില്ല, അത്രയും ഒരു ടേസ്റ്റാണ്. കുറേ പഞ്ചസാര കുത്തി കലക്കി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും.
ഭയങ്കര മുന്നാണെങ്കിൽ ഫുണ്ണു ബാബിക്കുള്ള സമയത്താണ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. ഇനി ഇവിടെ സത്യം പറയണെങ്കിൽ 2 മണിക്കൂർ പോസ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അതുവരെ ഫുഡ് കഴിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പം ഇത്രയും നേരം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. 2 മണിക്കൂറിന് ശേഷം ബ്ലഡും പിന്നെ യൂറിൻ എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെയുള്ള അച്ഛനെ ഞാൻ ഫുഡ് കഴിക്കാൻ വിട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഭയങ്കര ഛർദ്ദിക്കാൻ വരലും എനിക്ക് തലചുറ്റലും ഒക്കെ ആയിരുന്നു. അപ്പൊ അച്ഛ വേഗം കാറിക്ക് പോയെങ്കിൽ കിടക്കണമെങ്കിൽ പറ്റണില്ല പറഞ്ഞിട്ട് കിടപ്പായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓർഡർ കൊറിയർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളും മേടിക്കലൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. എന്നിട്ട് ഇതാട്ടോ നമ്മുടെ സാരി. ഇത് നമ്മുടെ ലിനൻ വിത്ത് കോട്ടൺ മിക്സ് ആട്ടോ. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ അത് മാത്രമല്ല കംഫർട്ടബിൾ ആണ് ഉടുക്കാനും. അതിൻ്റെ ബോർഡർ ഭാഗമാണെങ്കിൽ സിൽവർ കളർ വന്നിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവ്ലെസ് ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈനെക്കൊക്കെ ആയിട്ട് തയ്ക്കുകയാണെങ്കിൽ സൂപ്പർ ഔട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, ബട്ട് എൻ്റെ ആണെങ്കിൽ ബ്ലൗസ് പെട്ടെന്ന് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, എന്നാലും സ്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിത് നമ്മളുടെ ഡെലിവറിയും ഓർഡേഴ്സും ഒക്കെ നമ്മൾ ഇനി വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജർമ്മനിയിലേക്കും കാനഡയിലേക്കും ഒക്കെ എൻക്വയറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാട്ടോ അയക്കണേ, ഇന്ത്യൻ പോസ്റ്റ് വഴി. പിന്നെ വിസ്ന്നിട്ട് കണ്ണ് കാണണ്ടായിരുന്നില്ല. അപ്പോൾ യൂഷ്വലി ഇന്ത്യൻ കോഫി ഹൗസിൽ പോകുമ്പോൾ എപ്പോൾ പോവാണെങ്കിലും കട്ട്ലേറ്റ് ഭയങ്കര കട്ട്ലേറ്റ് ഫാൻ ആട്ടോ അവിടുത്തെ. ഈ പ്രാവശ്യമാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിട്ട് കഴിച്ചത്. കാരണം രാവിലെ മുതൽ ഒന്നും കഴിക്കാണ്ട് എനിക്കാണെങ്കിൽ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് നല്ല കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് സ്കാൻ ചെയ്യാണ്ടായിരുന്നു. അവരൊക്കെ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തിട്ട് വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് സ്കാൻ ചെയ്യാൻ പറയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നന്നായി ഫുഡ് കഴിച്ചുകൊണ്ട് ബേബിയുടെ എല്ലാ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചെയ്തത് അനോമലി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയേ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല, സ്കാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അനോമലി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ അച്ഛന് വേണ്ടി പോകാൻ നിൽക്കട്ടെ. എൻ്റെ അമ്മോ എന്തോരം നേരം നിന്നേന്ന് പറയാം. അത് ചൂടെടുത്തിട്ടുണ്ടല്ലോ കുറേ കഴിഞ്ഞിട്ട്. ഞാനാണെങ്കിൽ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പോയിട്ടുണ്ട്. എൻ്റെ വേഗം നോക്കാൻ പറ്റി. എന്താ വൈകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ കയറും, അപ്പോൾ തന്നെ ഫുഡ് ചിലപ്പോൾ രാവിലെ കഴിച്ചതായിരിക്കും, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടി വീണ്ടും എടുക്കും. അങ്ങനെ അതുകൊണ്ടാണ് കുറേ നേരം എടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്താണെന്ന് പറയുക, എപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാവം മട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറിൻ്റെ പോലെ കേട്ടോ. ഞാൻ ഭയങ്കര പരിശോധനയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ എന്താ ഉണ്ടായിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എനിക്ക് ചില സമയത്ത് എന്താ പറയുക വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പൊണ്ണുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അപ്പം എനിക്കിതുപോലെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ റിപ്പോർട്ട്. അവസാനം എല്ലാം അറിയണ പോലെയാണ് റിപ്പോർട്ട് കണ്ട. എപ്പോൾ കിട്ടിയാലും പാർട്ടി ആണെങ്കിലും ജസ്റ്റ് എനിക്കതെടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ടാണെങ്കിൽ വിറ്റെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിപ്പോർട്ടൊന്നും കുടിക്കൊന്നും മനസ്സിലാവില്ല. അവസാനം ഞാൻ ഗൂഗിളിൽ നോക്കി, എന്നിട്ട് ഞാൻ കണ്ടെത്തി എനിക്കെന്തോ മാരകമായിട്ടുള്ള അസുഖമാണ്. അവൻ ഒരു അമ്മ എനിക്കെന്തോ അച്ഛൻ എനിക്കെന്തോ മാരകമായിട്ടുള്ള അസുഖമാണ്, ഇത് ഭയങ്കര കുറവാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര മാരകമായിട്ടുള്ള അസുഖത്തിന് ഉടമയായിട്ടായിരുന്നു ഞാൻ എന്നെ തന്നെ ഇതാക്കി കേട്ടോ. അവസാനം ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, മോളിത് ശ്രദ്ധിച്ചത് ഇത് ഇങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കേട്ടോ. ഈ വക കാര്യങ്ങളാണ് എൻ്റെത്. അപ്പം അച്ഛനും ഞാനും കൂടിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നിങ്ങളിത് കാണുമ്പോൾ ബിരിയാണി കഴിച്ച് പിന്നെ എന്തിനാ കഴിക്കണേന്ന് ആ സ്കാനിങ് ചെയ്യണേന് ഒരു 2-3 മണിക്കൂർ പോയിട്ടോ. കാരണം ഒരാൾ കഴിയുമ്പോഴേക്കും അടുത്ത ആള് സെയിം ആള് തന്നെ വീണ്ടും കയറും അങ്ങനെ. അപ്പോൾ കുറേ ടൈം പോയി. പിന്നെ അത് മാത്രമല്ല ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിട്ട് നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കണമായിരുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ ഡോക്ടറാണെങ്കിൽ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയിട്ട്. അപ്പോൾ ആകെ ഇപ്പോൾ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും നല്ല എന്താ പറയുക ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൈനക്കോളജി ഡോക്ടർ കേട്ടോ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാണ്ടായിട്ടോ. എല്ലാം കഴിഞ്ഞ് വന്ന് കാലൊക്കെ നീര് വന്നൊരു പരുവായിട്ടോ. നമുക്ക് വേറൊരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും പോസ്റ്റിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. പിന്നിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില കേട്ടോ.
അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നമ്മളിപ്പോ വീട്ടിലേക്ക് പോണത് അച്ഛൻ അപ്പോഴേക്കും മീൻ മേടിച്ചോണ്ടിരും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മള് വേറൊരു ദിവസം പോയിട്ടൊരു വ്ളോഗും കൂടിയും ഇതിൽ കണക്ട് ചെയ്യാം, ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ അന്ന് ഞാൻ പോയില്ല, എങ്ങോട്ടും വയ്യാണ്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ നെസ്റ്റോക്ക് പോവാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ്, ഫൊണ്ണുബാബിയും ഞാനും അമ്മയും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ദുബായിലുള്ള പോലെ തന്നെ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നത് ഇവിടെയും കിട്ടും കേട്ടോ. ഇപ്പോൾ ദുബായിലത്തെ പണ്ടൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ ദുബായിൽ നിന്ന് വരുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോയി കൊണ്ടുവരണേ. ഇപ്പോഴാണെങ്കിൽ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നും സത്യം പറയുകയാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ പിന്നെ അവിടുത്തെയാണ് അടിപൊളി, നല്ല പക്ക ജെന്യൂൻ ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കിട്ടും കേട്ടോ അവിടുന്ന്. അതുമാത്രമാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അല്ലാണ്ട് പിന്നെ വേറെ ഈ സ്വീറ്റ്സ് ആണെങ്കിലും വേറെ എന്ത് സാധനമാണെങ്കിലും ദുബായിലുള്ളത് തന്നെ നമുക്കിവിടെ സെയിം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫൊണ്ണുബാബിക്കാണെങ്കിൽ അതിൽ കിട്ടിയിരുന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നേ. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൽ തന്നെയാണെങ്കിൽ ഗാർലിക് കാഷ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിക്സ്ഡ് കാഷ്യൂ നട്ട്സ്, പെപ്പർ ആയിട്ടുള്ള പല വെറൈറ്റിയിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, വെള്ളമുന്തിരി ഉണക്കിയതുണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗാർലിക് കാഷ്യൂ നട്ട്സ് ഒക്കെ ട്രൈ ചെയ്യണത്. ഇതമ്മോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊണ്ണുബാബിക്കാണെങ്കിൽ അത് ഇഷ്ടമായിട്ട് പൊണ്ണുബാബി ആണെങ്കിൽ ഫുള്ള് കഴിക്കലായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ മേടിച്ച്. പൊണ്ണുബാബിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അത്രയും യമ്മി ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ കുറേ ഇതൊക്കെ നോക്കി കണ്ടു, സംഭവങ്ങളൊക്കെ ഇതാക്കി. അപ്പോൾ ഇതുപോലെ ഇട്ട് നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട് കേട്ടോ, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ അതൊക്കെ കുറേയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ വേറെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൺസോൾട്ടഡ് പിസ്ത, പിന്നെ സോൾട്ടഡും പിസ്ത ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും സോൾട്ടഡ് ആയിട്ടുള്ള പിസ്തയായിട്ട് ഇഷ്ടം, അൺസോൾട്ടഡ് എനിക്ക് അത്ര വലിയ. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്തത് നമ്മൾ ഈ സെക്ഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ മേടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അവിടെ കണ്ടത് ഇത് നമ്മുടെ തേൻ നെല്ലിക്ക കേട്ടോ, തേനിലിട്ടിട്ടുള്ള നെല്ലിക്ക. അപ്പോൾ പൊണ്ണുബാബിയാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കടിച്ചൊക്കെ നോക്കായിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് കഴിച്ചാലും അപ്പം അച്ചാച്ചന് ഫസ്റ്റ് കൊടുക്കലാണ് അവൻ്റെ ഹോബി. അച്ചാച്ചന് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ അമ്മയ്ക്ക്, പിന്നെ അമ്മാമ്മയ്ക്ക്. ഇതാണ് അവൻ്റെ ഇത്. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തല്ലോ. അപ്പോൾ മുഖത്ത് ഭയങ്കര ക്ഷീണടയ്ക്കനെ കാണുമല്ലോ, ക്ഷീണാവധിയുടെ പോലെയൊക്കെ. അപ്പോൾ ഇത് എന്നിട്ട് വയനാടൻ തുറമാങ്ങ കാന്താരി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോൾ നമ്മുടെ യൂട്യൂബർ വിജിത ഉണ്ടല്ലോ, വിജിതയുടെ ഹസ്ബൻഡിനൊക്കെ കണ്ടു കേട്ടോ അവിടെ. ഞാൻ ഇപ്പോൾ ചോദിച്ചു വിജിത വന്നിട്ടുണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ വിജിത ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ പൊണ്ണുബാബിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആഘോഷമാണ്, തുള്ളിമറയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇവിടെ ഇതൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുട്ടി പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ കുറേ പേർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.